നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീകൾ ഏറ്റവും അധികം അതിക്രമങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. കുറച്ചു കാലമായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് വീട്ടിലായാലും പൊതുസമൂഹത്തിലായാലും സ്ത്രീകൾ കാര്യമായ രീതിയിൽ അതിക്രമങ്ങൾ, പീഡനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെ സ്ത്രീകളെ ഇതിനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇതിന് പിൻബലമേകുന്ന നിയമങ്ങൾ നിലവിലുണ്ട്. ഒരു സ്ത്രീക്കെതിരെയുള്ള ഏത് അതിക്രമം നടന്നാലും വളരെ ശക്തമായ നിയമപരിരക്ഷ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ആലോചിക്കേണ്ടത്, രാപകലില്ലാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പുരുഷന്മാർക്കും ഇത്തരം അതിക്രമങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ വീട്ടിൽ ഒരു 50% വീടുകളിലും പുരുഷന്മാർ, അത് ഭാര്യമാരിൽ നിന്നാകാം അല്ലെങ്കിൽ അമ്മമാരിൽ നിന്നാകാം, ഒക്കെയും മാനസികമായ പീഡനം ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല. എന്ന് തന്നെയല്ല, പുതിയ സാഹചര്യത്തിൽ ഒരു സ്ത്രീ തിരിഞ്ഞു നിന്ന് എന്നെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ 20 സെക്കൻഡ് എന്നെ തുറച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ പോലും അത് പീഡനമായി കണക്കാക്കപ്പെടുന്ന കാലമാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരെല്ലാം ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ ഈ ഒരു പീഡന പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് കോട്ടയത്തൊക്കെ പറയും, എങ്ങോട്ട് വേണമെങ്കിലും വീഴാം. ഒരു പെണ്ണ് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ ജീവിതവും കരിയറും എല്ലാം അവിടെ അവസാനിക്കും. അതൊരു വലിയ ആശങ്ക തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടെങ്കിലും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന പുരുഷന്മാരാണെന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പരിരക്ഷ പുരുഷന്മാർ സ്ത്രീകൾക്ക് കൊടുത്തെങ്കിൽ പോലും തിരിച്ച് ഒരു പരിരക്ഷ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിലാണ് രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയുടെ ഒരു പ്രസക്തി മലയാള അല്ലെങ്കിൽ കേരള സമൂഹത്തിലുള്ളത്. ആ വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം രാഹുലെ. ഈ രാഹുലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, രാഹുൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഒക്കെ പോലുള്ള വമ്പൻ സ്ഥാപനത്തിൽ പഠിച്ച് ഇപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും MNCയുടെ തലപ്പത്ത് വലിയ പദവിയിൽ ഇരിക്കേണ്ട ആളാണ്. അതൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ചാനൽ ചർച്ചകളിലൂടെയും അല്ലാതെയും പൊതുസമൂഹത്തിൻ്റെ ആക്ടിവിസ്റ്റായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ ധാരാളം ചീത്തവിളി കേൾക്കുന്നുണ്ട്, ജയിലിൽ പോയി കിടന്നു, അങ്ങനെ പല കാര്യങ്ങളും അല്ലേ. വേണമെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഏതെങ്കിലും നല്ല ഗംഭീരമായ വിദേശ രാജ്യത്ത് പോയി ജീവിക്കാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ അതെല്ലാം ഉപയോഗിച്ചിട്ട് ഇത് മതി എന്ന് തീരുമാനിച്ച് ഇവിടെ വന്ന് ഈ സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്നത്? അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലായിരുന്നു. അതിനുശേഷം അവിടെ 1-2 വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷെ ലണ്ടനിൽ പോയപ്പോഴും UK പോയി താമസിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ അവിടെ ഒരു മാർജിനൽ മാനാണ്. നമുക്ക് നമ്മുടേതായ ജോലിയും കാര്യങ്ങളും ഉണ്ട്, അതിനപ്പുറം നമ്മുടെ എന്ന് തോന്നുന്ന ഒരു കാര്യമില്ല. അവിടുത്തെ സാഹചര്യങ്ങൾ ബെറ്റർ ആണ്, ട്രാഫിക് ബെറ്റർ ആണ്, ജീവിത സൗകര്യങ്ങൾ ബെറ്റർ ആണ്. പക്ഷെ ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നമ്മൾ പറയുന്ന ഒരു അപ്പനാപ്പൻ നമുക്ക് ഹിന്ദി പറയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞതിന്റെ പ്രസക്തി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയി കാണും. ഇതിനുള്ളിൽ ഇന്ത്യയിൽ ഒരാണ് എവിടെയോ ആത്മഹത്യ ചെയ്യുന്നു. അതായത് നമ്മൾ ഇത്രയും സംസാരിച്ചതിനിടയ്ക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതോ ഒരാണ്, സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകൾ പക്ഷേ 11.5 മിനിറ്റിൽ, ഓരോ 11.5 അല്ലെങ്കിൽ 12 മിനിറ്റിലും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുമ്പോൾ ഓരോ 4 മിനിറ്റ് 45 സെക്കൻഡ് അല്ലെങ്കിൽ 4.5 മിനിറ്റിലാണ് ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. 2021 ഒരു കണക്കാണ് ബേസ് ആയി വെക്കുന്നത്. അതിന് എന്താണ് കാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? 4-5 ഒരുപാട് കാരണമുണ്ട് കേട്ടോ. ഒരു കാരണം മാത്രമല്ല. ഒന്ന്, ഈ ഫാമിലി പ്രഷർ, റിലേഷൻഷിപ്പിലെ ട്രബിൾസ്, ഹരാസ്മെന്റ് അടക്കമുള്ള ഫോൾസ് കേസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ആളുടെ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ മിനിഞ്ഞാന്ന്, അതായത് നമ്മൾ ഇത് എന്നാ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, 3 ദിവസം മുമ്പ് കേരള ഗവൺമെന്റിന്റെ മുതിർന്ന അഡ്വക്കേറ്റായി വർക്ക് ചെയ്ത NIA, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് വേണ്ടി കേസ് നടത്തിയ, സുപ്രധാനവും തന്ത്രപ്രധാനവുമായ കേസ് നടത്തിയ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു. അപ്പം ഒരു അഡ്വക്കേറ്റ്, ഒരു അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതിന്റെ വിഷമം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഞാൻ കുറച്ച് പഠിച്ചതാണ്. ഈ രണ്ടാമത്തെ ഇപ്പം വന്നൊരു അദ്ദേഹത്തിന്റെ അപ്പോളജി വീഡിയോ ഒക്കെ ഉണ്ട്, അറിയില്ല. പല ആഴ്ചകളിലായി ഒരു വ്യക്തിയെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ്, എല്ലാ ബഹുമാനത്തോടെയും പറഞ്ഞോട്ടെ, എങ്ങനെയാണ് ഈ 9 വർഷം, ഈ കേസല്ല മറ്റു കേസിലാണ് 9 വർഷം പീഡിപ്പിച്ചു എന്ന് പറയും. എങ്ങനെയാണ് 10 വർഷം ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറയും? ഒരു തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എവിടെങ്കിലും സ്ഥലത്ത് പോയി റേപ്പ് പോലെ ഏറ്റവും ഹീനമായ, കൊലപാതകത്തെ പോലെ ക്രൂരമായ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ 9 വർഷം പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണ്? ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അപ്പൊ ആണുങ്ങൾക്ക്, അതായത് കുട്ടികൾക്ക് ഇവിടെ കമ്മീഷനുണ്ട്, സ്ത്രീകൾക്ക് ഇവിടെ കമ്മീഷനുണ്ട്. അങ്ങനെ വേണം താനും, സ്ത്രീകൾക്ക് ഇവിടെ കമ്മീഷനുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പം വയോജന കമ്മീഷനുണ്ട്, വളരെ നല്ലതാണ്. ഈ ആണുങ്ങൾ എവിടെ പോവും? അവർക്കൊരു ലീഗൽ സപ്പോർട്ടിന് ഇവിടെ പോവും. ആണിന്റെ പുറത്ത് കുതിര കയറുന്നതാണ് പുരോഗമനം എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഈസി വഴി. എത്രയോ പ്രമുഖർ, പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ പേര് പറയാൻ പറ്റുന്ന പേര് ഞാൻ പറയാം, കാര്യം എല്ലാവർക്കും അറിയാവുന്ന പേരുകൾ പറയാം. ഇനി അറിയാത്ത ഒരുപാട് പ്രമുഖരുണ്ട്, 1-2 പേരുകൾ ഞാൻ ഇത് കഴിഞ്ഞ് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഇവരുടെ ജീവിതം ഇവർ ബുദ്ധിമുട്ടി സഹിച്ച് ആത്മഹത്യയുടെ വക്കിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും സത്യം.
ഒരു കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റാണ്. അതായത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവനെ കോടതി നിരപരാധിയാക്കിയാൽ പോലും പൊതുജനങ്ങളുടെ മധ്യത്തിൽ അവന്റെ ജോലി പോയി, അവന്റെ കരിയർ പോയി, അവന്റെ ജീവിതം പോയി. ഈ രീതിയിൽ അവനവിടെ കുടുങ്ങി കിടക്കുകയാണെന്നുള്ളതാണ് സത്യം. ഞാനിപ്പം പറയാൻ പറ്റുന്ന ഉദാഹരണമായിട്ട് പറയാം. കുട്ടിക്കൽ ജയചന്ദ്രൻ നമ്മുടെ മാധ്യമരംഗത്തൊക്കെ നിന്നിരുന്ന വ്യക്തിയാണ്. പുള്ളി 6-7 മാസം ഒളിവിലായിരുന്നു. അവരുടെ കുടുംബ പ്രശ്നമാണ്. ഈ കുടുംബ പ്രശ്നം തീർക്കാനായി അവരുടെ കുടുംബത്തിൽ തന്നെ മറ്റൊരാൾ അയാൾ പോക്സോ ചെയ്തു പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ വേറെ പല കേസുകളിലും ആ പേര് പറയുമ്പോൾ ആളെ മനസ്സിലാവും. സിനിമാ രംഗത്തെ പ്രമുഖനായ ഒരു ഡയറക്ടർ, പ്രൊഡ്യൂസർ, അഭിനേതാവ്, ഒരു വ്യക്തി. ഇദ്ദേഹത്തിന് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അവർ ഒരുപാട് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നീട് ചില പ്രശ്നങ്ങളായി, ചില സിനിമകളുടെ കാര്യത്തിൽ തർക്കമായി. ഈ പെൺകുട്ടി ചെന്ന് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു, നിരന്തരമായി റേപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാണ്? അപ്പൊ ഇത് കേൾക്കുമ്പോഴെങ്കിലും നമ്മുടെ ആൾക്കാർ ഒരു കോമൺ സെൻസ് വെച്ച് ചോദിക്കണ്ടേ, എങ്ങനെയാണ് മാസങ്ങളിൽ നിരന്തരമായി റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പം ഇത് ആൾക്കാരങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ഇതിന്റെ മേലിലാണ് ഈ നെറേറ്റീവ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കോടതി എന്ത് പറയും? ഇവ റേപ്പിസ്റ്റ് ആണ് എന്ന് പറയുന്ന ബ്രാൻഡിങ്ങും അപ്പോൾ ഉണ്ടാവും. എനിക്കതിൽ 2 കാര്യത്തിൽ അഭിമാനവും സന്തോഷവും. കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ളത്, കേരളത്തിൽ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി, അതായത് 1-2 വാക്കുകൾ അവിടെ ഇവിടെ ഉണ്ടെന്നതിനപ്പുറം എഴുതപ്പെട്ട വിധിയിൽ നമ്മുടെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാർ അടക്കം നമ്മുടെ കേരള ഹൈക്കോടതി കൃത്യമായി എഴുതി വെച്ചു, സ്ത്രീകൾ പലപ്പോഴും ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്, ആണിനെ മനഃപൂർവ്വം കുടുക്കലാണ്. എനിക്കതിൽ വ്യക്തിപരമായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, നൌഷാദ് എന്ന് പറഞ്ഞ ഒരാളുടെ കേസായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വന്നത്. ആ കേസിന്റെ വിധി പറയുമ്പോൾ ശ്രീ PV കുഞ്ഞികൃഷ്ണൻ സാർ രാഹുൽ ഈശ്വറിനെ ഈ വിധി അറിയിക്കണമെന്നും ഇത്തരം കേസുകളാണ് ടേക്കപ്പ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നൌഷാദിന്റെ കേസ് പെട്ടെന്ന് രസമായിട്ടെന്ന് പറയാം. നൌഷാദ് ഒരു സ്ഥാപനത്തിലെ മാനേജറാണ്. ഇയാളുടെ താഴെ നിൽക്കുന്ന ഒരു സ്ത്രീ ഇംപങ്ക്ച്വൽ ആണ്, ജോലിക്ക് വരാറില്ല, നന്നായി ജോലി ചെയ്യുന്നില്ല. ഈ സ്ത്രീയെ ഇയാൾ പിരിച്ചുവിട്ടപ്പോ ഈ സ്ത്രീ എല്ലാവരുടെയും ഫ്രണ്ട് വെച്ച് വെല്ലുവിളിക്കുകയാണ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, എന്താ ചെയ്യാൻ പറ്റുക. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ചെന്നിട്ട് ഇയാൾ എന്നെ കഴിഞ്ഞ വർഷം കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. അപ്പം ഇവർക്കും ആരോ കുബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് എന്താ കുബുദ്ധി എന്നറിയാമോ? ഇവർക്ക് ഈസി ആയിട്ട് കുബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ ഇട്ടോ അപ്പൊ അയാളൊന്ന് പേടിക്കും, അപ്പൊ അയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യും. അപ്പം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? മറ്റേ അവന്റെ കമ്പനി മാറി നിൽക്കേണ്ടി വരും നാട്ടുകാരുടെ. എന്ത് പ്രശ്നം? ഇയാൾക്ക് മക്കൾ കാണില്ലേ, ഇയാൾക്ക് ഭാര്യയും കുട്ടികളും കാണില്ലേ, അവരുടെ ജീവിതമില്ലേ? ഇതിനുശേഷം ഒരു വിധി വരുമ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് വന്നാൽ പോലും വാർത്ത പോലും കൊടുക്കില്ല, വാർത്ത പോലും പലപ്പോഴും കൊടുക്കില്ല. ഞാൻ ഈ പറഞ്ഞ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണെങ്കിൽ ഇതേപോലെ എല്ലാവരും സെർച്ച് ചെയ്യേണ്ടതാണ് കേന്ദ്രീയ വിദ്യാലയയിലെ റാം തിവാരി എന്ന് പറയുന്ന ഒരു സാറിന്റെ അനുഭവം. പുള്ളി 7 വർഷം ജയിലിൽ കിടന്നു. അത് കൊറോണ കൂടി ആയതുകൊണ്ടാണ്. ആ കാലഘട്ടത്തിലാണ് കേന്ദ്രീയ വിദ്യാലയം ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പഠിക്കുന്ന +2 പഠിക്കുന്ന ഒരു കുട്ടിയെ റേപ്പ് ചെയ്തു, പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിച്ചു. ഇതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. 7 വർഷം ഇദ്ദേഹം ജയിലിൽ കിടന്നു. കൊറോണ കാലം ഇല്ലെങ്കിൽ 2-3 വർഷത്തിനുള്ളിൽ ഇറങ്ങായിരുന്നു. 7 വർഷം ജയിലിൽ കിടന്നു. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി കുട്ടിക്ക് റേപ്പ് നടന്നിട്ടില്ല, കുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല, കുട്ടി അബോർട്ടും ആയിട്ടില്ല. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ. എന്തോ സ്കൂളിലെ മാർക്ക് പ്രശ്നത്തിലും ഈഗോ പ്രശ്നത്തിലും വേണ്ടി അപ്പം ഈ കൊടുക്കുന്ന പല പെൺകുട്ടികൾക്കും അതിന്റെ ഗ്രാവിറ്റി അറിയില്ല. കൊടുക്കുന്ന പല പെൺകുട്ടികൾക്കും അപ്പൊ അവനൊരു പണി കൊടുക്കാം, ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. പണി എങ്ങനെ കൊടുക്കാം? ഞാൻ കണ്ടോ ഈ സെക്ഷൽ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇതേ സെയിം സാധനം രാഹുൽ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. മാൽഡീവ്സിലെ ഒരു മലയാളി അധ്യാപകൻ ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ക്ലാസ്സിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞു. അവൾ പിറ്റേ ദിവസം കേസ് കൊടുത്തു, എന്നെ പീഡിപ്പിച്ചു എന്ന്. അത് അദ്ദേഹം അവിടെ ജയിലിൽ കിടന്നു. അതിനുശേഷം അതിന്റെ തക്കീജ എന്നുള്ള പേരിൽ അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ അല്ല ഇത് ശരിക്കും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 70കളിലും 80കളിലുമാണ് നമ്മുടെ നാട്ടിലെ നിയമം ഇത്രമാത്രം സ്ത്രീകൾക്ക് അനുകൂലമായി മാറിയത്. അതിനൊരു നല്ല കാരണമുണ്ട്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ട്രൈബൽ യുവതിയെ പോലീസുകാര് സ്റ്റേഷനകത്തിട്ട് പീഡിപ്പിച്ചൊരു സംഭവം നമ്മുടെ നാട്ടിൽ വലിയ ഔട്ട്റേജ് ഉണ്ടാക്കി 80s-ലാണ്. അപ്പോൾ സുപ്രീം കോടതിയും മറ്റും അതിന്റെ ഒരു ഗ്രാവിറ്റി വലുതാണല്ലോ. രക്ഷ നേടി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ റേപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ നിയമങ്ങളെല്ലാം കുറെ കൂടെ സ്ത്രീപക്ഷമായി, നന്നായി, അത് യാതൊരു തെറ്റുമില്ല. പക്ഷെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞാൽ പുരുഷ വേട്ടയല്ല, സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുരുഷനെ വേട്ടയാടുക എന്നുള്ളതല്ല. ഇതാണ് അതിലെ വലിയൊരു പ്രശ്നം. ഇപ്പം ചില ഇന്റർനാഷണൽ ഏജൻസീസ്, ഞാനൊക്കെ നാഷണൽ മീഡിയയിൽ ഡിബേറ്റ് ചെയ്യുന്നതാണ്, ഇപ്പം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ മാരിറ്റൽ റേപ്പ് ക്ലോസ്. അതായത് ഹസ്ബൻഡ് വൈഫിനെ റേപ്പ് ചെയ്തു എന്ന് കേസ് ഫയൽ ചെയ്യാന്നുള്ളത്. ഇതിന്റെ പ്രശ്നം, നാളെ ഡിവോഴ്സ് നടക്കുമ്പോൾ ഈ വൈഫിന്റെ അഡ്വക്കേറ്റ് വൈഫിനോട് പറഞ്ഞു കൊടുക്കും, ഒരു 10 വർഷം മുമ്പ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്നും കൊടുത്തു. അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വരും, 7 വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും ഹസ്ബൻഡ്? അയ്യോ നീ ഒന്നും വേണ്ട, നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, എന്റെ കാശ് മുഴുവൻ എടുത്തോ എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഈ രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ്, എക്സ്റ്റോർഷന് വേണ്ടി ഞാനിത് കേൾക്കുന്ന ആൾക്കാരോട് കൂടി ചോദിക്കുക, നമുക്കൊരു മനസാക്ഷി ഇല്ലേ? 7 പേർക്കെതിരെ ഒരു സ്ത്രീ വന്ന്
ഒരു ദിവസം രാവിലെ ആരോപണം ഉന്നയിക്കുകയാണ്, ഇവരെല്ലാം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഉന്നയിക്കുകയാണ്. വേറൊരു പെൺകുട്ടി, യങ്ങായ ഒരു പെൺകുട്ടി, ചൈനയില് പഠിച്ചിട്ട് ആ കുട്ടിയെ അവിടെ ആ കുട്ടിയുടെ പ്രശ്നങ്ങളും സ്വഭാവദൂഷ്യം കാരണം പുറത്താക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പെൺകുട്ടി വന്നിട്ട് 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ ആരോപണം ഉന്നയിക്കുകയാണ്. അതിലൊന്നാണ് നമ്മുടെ സിദ്ദിഖ് സാർ. ആദ്യം സിദ്ദിഖ് സാറ് വാക്കുകൾ കൊണ്ട് തന്നെ മുറിപ്പെടുത്തി എന്ന് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു സെക്ഷുവൽ ഫേവർ ചോദിച്ചു, മൂന്നാമത് പറഞ്ഞു റേപ്പ് ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ്ലി മൊഴി മാറ്റിക്കൊണ്ടിരുന്ന എവിടെ എത്താനാണ്? ഇതാണ് അതിലെ വളരെ പ്രശ്നം. ഇനി ഞാനൊരു അഡ്വക്കേറ്റും കൂടെ ആയിട്ട് പറയുകയാണ്, പല അഡ്വക്കേറ്റ്സ്, ഇത് അഡ്വക്കേറ്റ്സ് ചെയ്യരുത്. അഡ്വക്കേറ്റ്സ് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം ശാരീരികമായി പീഡിപ്പിച്ചു, അപ്പം കുറച്ച് കാലതാമസം കാണും ഇതിന്. എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നവരോട് പറഞ്ഞു കൊടുക്കും, അയാളുടെ മൊബൈലിൽ നിങ്ങളുടെ നഗ്ന ചിത്രവും വീഡിയോയും പകർത്തി എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ്, അത് പേടിച്ചാണ്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇയാളുടെ ഇയാളങ്ങനെ എടുത്തു കാണൂല. അതുകൊണ്ട് പോലീസ് എത്ര കാലം അന്വേഷിച്ചാലും ഇത് കിട്ടൂല. എത്ര കാലം അന്വേഷിച്ചാലും കിട്ടാത്തതുകൊണ്ട് അത്രയും കാലം ഇയാൾ മോശക്കാരനായി നിൽക്കും. അപ്പൊ ഇയാളോട് ചോദിക്കുകയാണ്, നീ മൊബൈലിൽ പകർത്തിയോ? ഇല്ല. അപ്പൊ ഈ പെൺകുട്ടി എന്ത് പറയും? സാറേ പഴയ മൊബൈലിലാണ്, അത് കണ്ടുപിടിക്കണം, മറ്റേ മൊബൈൽ കണ്ടുപിടിക്കണം. 7 വർഷം മുമ്പാണ് നടന്നത്, ഞാൻ ഇത്രയും കാലം പേടിച്ചിരുന്നു, ആ 7 വർഷം മുമ്പത്തെ മൊബൈൽ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങയോടോ എന്നോടോ ചോദിക്കുകയാണ്, 7 വർഷം മുമ്പത്തെ മൊബൈൽ എനിക്കറിയില്ല, നമ്മുടെ ഒരു 2015 മൊബൈൽ എവിടെ? പക്ഷേ വേറെ ഇപ്പം രാഹുൽ ഒരു അഡ്വക്കേറ്റ് ആയ രാഹുലിന് പോലും ഇതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ന്യായാധിപന്മാർ ഇത് വളരെ പ്രസക്തമാണ്. ഞാൻ അത് എല്ലാ ന്യായാധിപന്മാരെയും ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്. പല ന്യായാധിപന്മാരും എന്താ പറയുക, മീഡിയ പ്രഷർ, സോഷ്യൽ മീഡിയ പ്രഷർ എന്ന് ഞാൻ പറയുന്നില്ല, മുഖ്യധാരാ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രഷർ, സ്ത്രീക്ക് അനുകൂലമാകണം എന്നാലേ ഞാൻ പുരോഗമനവാദിയാകൂ, കയ്യടി കിട്ടൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ പെട്ടുപോകുന്നവരാണെന്നുള്ളതാണ് സത്യം. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയല്ല. അവർക്ക് ഈ സമ്മർദ്ദം ഫീൽ ചെയ്യും. കോടതികൾക്ക് ആ അർത്ഥത്തിൽ കോടതികളെ പോലെ ബഹുമാനമുള്ള മറ്റൊരു സ്ഥാപനങ്ങൾ മാധ്യമങ്ങളാണ്. കാര്യം കോടതികൾക്ക് രാഷ്ട്രീയക്കാർ പറയേണ്ട കേൾക്കേണ്ട ആവശ്യമില്ല, പോലീസുകാർ പറയേണ്ട കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പബ്ലിക് പ്രഷർ എന്ന് പറയുന്ന കാര്യം കോടതികൾക്ക് വെളിയിൽ സമ്മതിക്കൂല കേട്ടോ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ജഡ്ജിമാർക്ക് പലപ്പോഴും ഈ സാധനം അറിയാം. അതുകൊണ്ടാണ് അതിശക്തമായ മീഡിയ പ്രഷർ ഈ പല കേസുകളിലും ചെലുത്തുന്നത്. ഇതൊരു കോടതിയുടെ പുറത്തൊരു സമ്മർദ്ദ തന്ത്രമായി നിൽക്കുക. കാര്യം ജഡ്ജിയും മനുഷ്യനാണല്ലോ. തിരിച്ച് രാത്രി ചെന്ന് അന്ത്യ ചർച്ചകൾ, ഞാൻ അടക്കം പങ്കെടുക്കുന്ന ചർച്ചകൾ കാണും. 9 to 10 വരെയുള്ള ചർച്ച കാണും, 7 to 8 വരെയുള്ള ചർച്ച കാണും. അയാളുടെ സോഷ്യൽ മീഡിയ കാണും, അയാളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ എന്ത് പറയുന്നു എന്നുള്ളത് കാണും. അപ്പൊ ഈ ജഡ്ജിമാർക്ക് ഈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ചില കഥകൾ ഉണ്ടാക്കി നറേറ്റീവ്, ആ ഒരു പാവം പെൺകുട്ടി, ഒരുപാട് പെൺകുട്ടികൾ, ഇന്നും ഒരു തർക്കവും വേണ്ട, ഇന്ത്യയിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ സ്ത്രീകൾ തന്നെയാണ്, ഒരു സംശയവും. പക്ഷേ അതിനർത്ഥം പുരുഷന്മാരും കൂടെ അനുഭവിച്ചോട്ടെ എന്നല്ലല്ലോ. അതിനർത്ഥം കള്ളക്കേസ് വെച്ച് പുരുഷന്മാർ, ഇനി നേരെ തിരിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് അനുകൂലമായ നിയമങ്ങൾ ശരിക്കും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നതും അബ്യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഈ പുരുഷന്മാരെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്, അല്ലാതെ സത്യസന്ധമായെന്നും പറഞ്ഞിട്ടല്ല. നമ്മുടെ നാട്ടിൽ തന്നെ അവരുടെ പേര് പറയാൻ കഴിയില്ല ആരുടെയും, മരിച്ചുപോയ മാമുക്കോയ്ക്കെതിരെ വരെ ഒരു സ്ത്രീ ബാലേന്ദ്ര മേനോൻ സാറിന് 70 വയസ്സായി. 20 വർഷം മുമ്പ് വളരെ മോശകരമായ ഒരു കാര്യം എന്റെ ഫ്രണ്ട് ആണെന്നോ അല്ലെന്നോ എങ്ങനെ തെളിയിക്കാൻ? ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം ഫോം ആണ് ജിതേന്ദ്ര, പഴയ സിനിമ ജമ്പിങ് ജാക്ക്. ജിതേന്ദ്ര എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞ് 47 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീ ഹിമാചൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അത് 47 വർഷം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കൂടെ പുറകോട്ട് പോയ ഗാന്ധിജിയൊക്കെ കാണാം. ആ കാലഘട്ടത്തിൽ 47 വർഷം മുമ്പ് എന്നെ ശാരീരികമായി ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. കോടതി വളരെ ജെനുവിൻലി ചോദിച്ചു, എന്ന് പറഞ്ഞിപ്പോ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ പറ്റൂ? അന്ന് മറ്റേ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല, ഫോൺ തുടങ്ങിയിട്ടില്ല. അവിടെയാണ് ഞാൻ ഈ ഫെമിനിസ്റ്റുകളോട് അതിശക്തമായി തർക്കിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും എനിക്ക് WCCയോട്, ഭാഗ്യലക്ഷ്മി ചേച്ചിയോടൊക്കെ ബഹുമാനം തോന്നിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്നപ്പോൾ അവരെടുത്തത് നല്ല നിലപാടുകളാണ്. ഉദാഹരണം, ഭാഗ്യലക്ഷ്മി ചേച്ചി വളരെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞു, എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് 35 വർഷം മുമ്പ്. പക്ഷേ ഇന്നത് പോലീസ് കേസേക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് അപ്രായോഗികമാണ്. കാര്യം ആണെന്നോ അല്ലെന്നോ പറയുന്നത് അപ്രായോഗികമാണ്. പക്ഷേ ഇനിയും ഇങ്ങനെ ഒരു ദോഷം വരരുത്. അത് തന്നെയാണ് ഞാൻ ഒരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്, ഇടത് സർക്കാരിനോട് എതിരെ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇടത് സർക്കാരും അത്യാവശ്യം നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്രായോഗികമായി ചുമ്മാ കയ്യടിക്ക് വേണ്ടി ഇത് പറയുന്നതിന് എന്തർത്ഥം? ഇപ്പൊ എനിക്ക് ഫെമിനിസ്റ്റുകളെ ബഹുമാനത്തോടെ ഞാൻ പറയുകയാണ്, ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ പലപ്പോഴും അപ്രായോഗികവും ഇംപ്രാക്ടിക്കലും അൺറിയലിസ്റ്റിക്കുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പൊ പല നമ്മുടെ സുഹൃത്തുക്കൾ, എന്റെ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഈ തീവ്ര ഫെമിനിസ്റ്റ് ലോബിയിൽ. അവർ
പറയും മറ്റേ ഈ റെമ്യൂണറേഷൻ ഒക്കെ ഒരേപോലെ ആകണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഞാൻ തമാശയ്ക്കൊരു ചർച്ചയിൽ അവരോട് തന്നെ പറഞ്ഞു, ഞാനും നയൻതാരയും ഒരു സിനിമയിൽ നായിക നായകനുമാണെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഞാൻ നയൻതാരയുടെ റേറ്റ് വേണമെന്ന് എനിക്ക് പറഞ്ഞു, അതുകൊണ്ട് അവരെന്നെ എടുത്തില്ല. അപ്പൊ അൺറിയലിസ്റ്റിക് ആയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഐശ്വര്യ റായിയുടെ നായകനായി പോയി, പൃഥ്വിരാജിന് ഐശ്വര്യ റായി കിട്ടുന്ന റേറ്റ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ യാന്ത്രികമായി ഇടയ്ക്ക് വേറെ അങ്ങ് പറയുന്നത് കേട്ടോന്നല്ല, ഇടയ്ക്ക് പ്രത്യേകിച്ച് മീഡിയ ആയതുകൊണ്ടാ സിനിമയിൽ സ്ത്രീകൾക്ക് പ്രത്യേക ശതമാനം റോള് സംവരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ശേഷം കഥാപാത്രത്തിനനുസരിച്ചല്ലേ ആ സാധനം. മഞ്ഞുമൽ ബോയ്സ് ഒരു 2 സ്ത്രീകളും കൂടെ മഞ്ഞുമൽ ബോയ്സിനോട് ഇരിക്കട്ടെ കാര്യം അതിൽ എന്ന് പറയും അപ്രായോഗികമാകരുത്, അത് തിരിച്ചടിക്കുകയുള്ളൂ. പകരം സ്ത്രീകളുടെ എല്ലാ ലെജിറ്റിമേറ്റ് റൈറ്റ്സും വേണം. ശ്രീ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ MLA വളരെ നല്ലൊരു ലോ ഡ്രാഫ്റ്റ് ചെയ്തു, എല്ലാ MLA മാർക്കും കൊടുത്തു. ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ഏകദേശം ഒരു 3 ആഴ്ച മുമ്പുള്ള ഒരു സമയം അത് അവതരിപ്പിക്കാനെന്നും ആദരണീയനായ ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ജി പാർട്ടിയുടെ ഉള്ളിൽ കൂടി അവതരിപ്പിക്കണമെന്ന് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഇതിലൊന്നും കക്ഷി രാഷ്ട്രീയമില്ല, ഞാൻ എല്ലാവരെയും വളരെ പ്രത്യേകതയുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഹൈക്കോടതി വിധികളെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആദ്യ വരിയാണ് ഞാൻ പറയുന്നത്, ആദ്യ വരി വളരെ പ്രസക്തമാണ്. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ നമ്മുടെ നാട്ടിലും ലോകത്തും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്? ഒരു സംശയവുമില്ല, അത് സ്ത്രീകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നിയമപരിരക്ഷയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ മാറുന്ന കാലത്ത് പുരുഷനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഈ ബില്ലിന്റെ ആത്മാവ്. സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ നിയമപരിരക്ഷയും ഉറപ്പാക്കുകയും എന്നാൽ അതോടൊപ്പം ഒരു പുരുഷ കമ്മീഷൻ കൂടി വരികയും ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നം. പലപ്പോഴും ഞാൻ അടങ്ങുന്ന അഡ്വക്കേറ്റ് സമൂഹത്തെയാണ് പറയുന്നത്, അഡ്വക്കേറ്റുകളൊക്കെ പലപ്പോഴും ഈ വരുന്നവന്റെ പരമാവധി ചിലർ, എല്ലാവരും അല്ല, അങ്ങ് ഊറ്റും. മറ്റേ റേപ്പ് കേസാണ്, നീ അത് കിടക്കും, എത്ര എളുപ്പം കാശ്. ഇതാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളപ്പം പാനിക് ചെയ്യും, നമ്മളപ്പം ഭയങ്കരമായിട്ട് പേടിക്കും. അങ്ങനെ ഒരു കേസിൽ അകത്ത് പോയി കഴിയുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു നാണക്കേട്, മോശം തുടങ്ങിയ കാര്യം ഉണ്ടാവും. പിന്നെ ആൾക്കാർക്ക് ജോലി കിട്ടില്ല, പിന്നെ എന്നും അവനെ റേപ്പിസ്റ്റ് എന്ന കണ്ണിലൂടെയാണ് കാണുന്നത്. അപ്പൊ ഞാനും ഹണി റോസും തമ്മിൽ നടന്ന ഈ സംവാദത്തിലും തർക്കത്തിലും 1-2 മീഡിയക്കാർ രാഹുൽ വെർബൽ റേപ്പിസ്റ്റ് ആണെന്ന് എന്താണ് ആ സാധനം? ഒരു ഗുമ്മ കൊടുക്കാൻ പറയുന്നതാണ്, പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ബാലൻസാണ്. എല്ലാ സ്ത്രീകളുടെ അവകാശവും നമ്മൾ അംഗീകരിക്കണം, അതോടൊപ്പം പുരുഷന്മാർക്കും ഫൈറ്റിംഗ് സ്പേസ് എങ്കിലും കൊടുത്തില്ലെങ്കിലേ ഒരുപാട് പേര്, ഞാനതുകൊണ്ട് ആരുടെയും പ്രകടമായി ഒരാളെ മോശപ്പെടുത്താതെ ഒരു 4-5 പേരുടെ കാര്യങ്ങൾ, നമ്മൾ എത്ര പേരുടെ കാര്യങ്ങൾ കണ്ടു. ശ്രീ വിജയബാബുവിന്റെ കാര്യം കണ്ടു, ശ്രീ ഒമർ ലുലുവിന്റെ കാര്യം കണ്ടു, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം കണ്ടു. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ കോടതി അവസാനം പറഞ്ഞത്, പ്രോസിക്യൂഷനോട് പറയാണ്, നിങ്ങൾ എന്തിനാണ് ഈ സിനിമാ കഥ വന്ന് പറയുന്നതെന്നാണ്. അതായത് പ്രത്യേകിച്ച് ഒന്നും കാണൂല, അപ്പം കഥ മാക്സിമം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ അറിയുമ്പോൾ കൗതുകം തോന്നും. കുട്ടിക്കൽ ജയചന്ദ്രന്റെ കേസിൽ കേരള ഗവൺമെന്റിന്റെ പ്രോസിക്യൂഷൻ രാഹുൽ ഈശ്വർ പ്രസ് മീറ്റ് നടത്തിയത് വരെ പറഞ്ഞു സുപ്രീം കോടതി. പറയാനൊന്നുമില്ല, അതായത് പ്രത്യേകിച്ച് തെളിവും കാര്യങ്ങളും. സാർ കേസ് അട്ടിമറിക്കാനായി രാഹുൽ ഈശ്വർ കോഴിക്കോട്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പ്രസ് മീറ്റ് കാര്യം എന്തെങ്കിലും എഴുതി കൊടുക്കണ്ടേ? അവിടെ എഴുതി കൊടുക്കുമ്പോ ഇത് ഈ അഡ്വക്കേറ്റ്സ് അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്. അത് അവരുടെയും പ്രശ്നമല്ല. എന്താ പ്രശ്നം എന്നറിയാമോ? അവരത് ചെയ്തില്ലെങ്കിൽ പിന്നീട് അവർ സ്ത്രീപക്ഷമല്ലെന്ന് വിളിക്കപ്പെടും. ഞാൻ ബഹുമാനപ്പെട്ട ഹണി റോസ് കൊടുത്ത പരാതിയുടെ ഒരു കൗതുകം കൂടെ പറയാം. ആദ്യം ഹണി റോസ് കൊണ്ട് പരാതി കൊടുത്തു, നമ്മുടെ എറണാകുളത്ത് കൊണ്ട് കൊടുത്തു. പോലീസ് കേസ് എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു, നിയമോപദേശം തേടി കേസ് എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. ഇത് തീരുമാനിച്ച 2 ദിവസം കഴിഞ്ഞ് ഹണി റോസ് വീണ്ടും ഇതേ പരാതി കൊണ്ട് കൊടുത്തു, പോലീസ് കേസ് എടുത്തു. പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? നാളെ കോടതിയുടെ ഒരു വഴക്ക് കേൾക്കാം, കോടതിയുടെ എന്ത് കേൾക്കാം. അപ്പൊ അത്രയും ബയസ്ഡ് ആകരുത്. കാര്യം ഈ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീകളോടുമാണ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മളുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു പുരുഷൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ആ പരാതി കൊടുത്ത ആരെന്ന് പോലും വെളിയിലുള്ള ഒരാൾ അറിയില്ല. കാര്യം അവരുടെ പേര് പറയാൻ പാടില്ല, റൈറ്റ്ലി സോ, അവരുടെ പേര് പറയാൻ പാടില്ല, ഒരു സംശയവുമില്ല. പക്ഷെ ഞങ്ങൾ എല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ഈ പുരുഷ കമ്മീഷനിലെ 2-3 എല്ലാവർക്കും എഗ്രി ചെയ്യാൻ കഴിയുന്ന ഡിമാൻഡ്, കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ ഈ പുരുഷന്റെ പേരും വെളിവിടരുത്. അതായത് അത്രേ ഉള്ളൂ. അതായത് വിധിയൊന്നും വരണ്ട, കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും കുറ്റക്കാരനാണെന്ന് കാണുന്നവരെയെങ്കിലും, ഇല്ലെങ്കിൽ ഈ നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജിക്ക് വേണ്ടി ഇതങ്ങ് ഉപയോഗിക്കും. അതുകൊണ്ട് കോടതി ഇതായ കാണണം. 2, പുരുഷ കമ്മീഷനിൽ കൗൺസിലിംഗ്, പലപ്പോഴും ഈ ആണുങ്ങൾ ഇത് വരുമ്പോൾ അവരൊരു ഇന്നർ സ്ട്രഗിളിലൂടെ കടന്നുപോകും. അവർക്ക് ബാക്കി ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള കൗൺസിലിങ്ങോ മെന്ററിങ്ങോ, അത്യാവശ്യം നിയമസഹായം തുടങ്ങിയ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ, വളരെ എന്താ പറയണേ, ഒരു ഭാഗത്തിലും
ഞാൻ BJP-കാരെ കണ്ടു, കോൺഗ്രസ്സുകാരെ കണ്ടു, CPM-കാരെ കണ്ടു, ആർക്കും എതിരില്ലാത്ത രീതിയിലുള്ള ഒരു സാധനമാണ് കൊടുത്തിട്ടുള്ളത്. ഇടപ്പള്ളിയിൽ വരുന്നു വിഗലാൻഡ് ഹോംസിന്റെ ലേറ്റസ്റ്റ് ലോഞ്ച് വിഗലാൻഡ് ക്വീൻസ് പാർക്ക്. ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് ലോഞ്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 9746774444. അപ്പോൾ ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വളരെ ആധുനികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, വലിയ പ്രായമുള്ള ആളൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് ചെയ്യാൻ പറ്റൂ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് വി ഡി സതീശൻ. കാര്യം ഞങ്ങൾ പ്രത്യേകിച്ച് ചാനൽ ചർച്ചകൾക്ക് പോകുന്നവരുടെ ഒരു പാഠപുസ്തകമാണ് അദ്ദേഹം അടക്കം, അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ ജി, ശ്രീ VT ബൽറാം, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ നല്ല സുഹൃത്താണ്. ഇവരെല്ലാം എടുക്കുന്നത് ഒരു നെഹ്റുവിയൻ ചിന്താധാരയാണ്, ഒരു ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവ് എന്ന ചിന്താധാരയാണ്. ഞാനൊക്കെ എടുക്കുന്നത് ഒരു റൈറ്റ് കൺസർവേറ്റീവ് കൾച്ചറൽ എന്ന ചിന്താധാരയാണ്. അതായത് പണ്ട് മഹാത്മാഗാന്ധി ആയിരുന്നു നടുക്ക്, മഹാത്മാഗാന്ധിയുടെ ഇടതോട്ടാണ് നെഹ്റു, മഹാത്മാഗാന്ധിയുടെ വലതോട്ടാണ് പട്ടേൽ. ഇതാണ് അതിന്റെ ബാലൻസ്. നമ്മുടെ ശരീരത്തിൽ ഈ ഇടതുപക്ഷവും ഇടത് കൈയും വലത് കൈയും ഉള്ള പോലെ ഒരു ഇടതുപക്ഷവും വലതുപക്ഷവും. അപ്പൊ ഈ ലെഫ്റ്റ് ലിബറൽ സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നവർ പലപ്പോഴും ഈ ദുർബല വിഭാഗങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. ശക്തമായ വിഭാഗത്തിൽ താഴെ വീണു പോകുന്നവരെ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഈ ദുർബല വിഭാഗം അതങ്ങനെ തന്നെ വേണം, അങ്ങനെ കാണണം. പക്ഷെ അതോടൊപ്പം പുരുഷന്മാരുടെയും ചിലപ്പോഴെങ്കിലും വേണ്ട രീതി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എനിക്ക് സംശയം. ഞാൻ വി ഡി സതീശൻ ജിക്ക് എന്നെ പബ്ലിക്കലി ഡിജിറ്റൽ മീഡിയയിലൂടെ സമർപ്പിച്ചു. സുധാരൻ സാർ, അതായത് കോൺഗ്രസ് KPC പ്രസിഡന്റ് സുധാരൻ സാർ ഞാനും ഒരു നോമ്പുതുറയ്ക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. പക്ഷെ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ ഇദ്ദേഹമാണ് പെർമിഷൻ കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുമോ എന്നാണ് പ്രതീക്ഷ. ഇനിയും വരുന്ന സമ്മേളനങ്ങളിൽ എപ്പോഴെങ്കിലും കൊടുക്കുമെന്നാണ് പ്രതീക്ഷ. കാര്യം അതിനൊരു ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായ ഒരു യൂത്ത് കമ്മീഷൻ വന്നത് നമ്മുടെ കേരളത്തിലാണ്. അതിന്റെ സംസ്ഥാന യൂത്ത് ഡിഫൻസ് കോർഡിനേറ്റർ ആയിട്ട് ഞാനായിരുന്നു വർക്ക് ചെയ്തത്. നോൺ പൊളിറ്റിക്കൽ ആണ്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതേപോലെ നമ്മളൊരു പുരുഷ കമ്മീഷൻ കാണിക്കണം. അപ്പൊ അങ്ങ് അതുൽ സുഭാഷ് എന്നൊരാൾ ആത്മഹത്യ ചെയ്തു. നാഷണൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു. അതുൽ സുഭാഷ് എന്നൊരാൾ ആത്മഹത്യ ചെയ്തു. പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. വീട്ടുകാരുടെ സമ്മർദ്ദം, നാട്ടുകാരുടെ സമ്മർദ്ദം, ജോലിയുടെ സ്ട്രെസ്, ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ വീണു പോവാണ്. അതുപോലെ ഇപ്പം രാഹുലിനായിട്ട് ഞാൻ ചോദിക്കണം, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ ഈ പുരുഷന്മാര് സ്ത്രീകളെ പ്രേമിച്ച് വഞ്ചിക്കുക എന്ന് പറയുന്നൊരു പതിവായിരുന്നു, സിനിമകളിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ നേരെ തിരിഞ്ഞിട്ട് പല സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. തേക്കുക എന്നാണ് ഇപ്പോഴത്തെ പുതിയ. അപ്പൊ ഈ സ്ത്രീകള് തേച്ചതിന്റെ പേരിൽ അടുത്ത കാലത്ത് ഒരു നല്ലൊരു പയ്യൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വരുമ്പോൾ തിരിച്ചാണ് സംഭവം. തീർച്ചയായിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറഞ്ഞിട്ട് ഈ പുരുഷന്റെ പേരിൽ നിയമ നടപടി ഉണ്ടാവും. തിരിച്ച് സംഭവിക്കില്ല, ഇല്ലെന്ന് മാത്രമല്ല ഒരിക്കലും ഇല്ല. ഇല്ലെന്നുള്ളത് ഒരു പ്രൂവ്ഡ് ഫാക്ട് ആണ്. ഇപ്പം വാശി സിനിമയിൽ ടോവിനോയുടെയും നമ്മുടെ കീർത്തിയുടെയും നല്ല സിനിമയാണ്. അല്ല, വാശി സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ടോവിനോയുടെയും മറ്റേ ഐശ്വര്യലക്ഷ്മിയുടെ ഒരു സിനിമയുണ്ട്, മറ്റേ മായാനദി. അതിൽ രസകരമായ ഒരു ഡയലോഗ് എനിക്ക് ടോവിനോ തന്നെ വീണ്ടും പറഞ്ഞതാണ്. അവർ തമ്മിലുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് നമ്മുടെ ഐശ്വര്യലക്ഷ്മി പറയുകയാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ പറയുകയാണ്, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. ഇത് ടോവിനോ പറഞ്ഞ ടോവിനോ ജയിലിലാണ്. മറ്റേത് ഐശ്വര്യലക്ഷ്മി പറയുമ്പോൾ അത് ക്യൂട്ടാണ്, ആൾക്കാർ കൈയടിക്കുന്നു, പ്രോഗ്രസീവ് ആണ്, പുരോഗമനാത്മകമാണ്. ഇതേ ടോവിനോ പറഞ്ഞ ടോവിനോ ജയിലിലാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്. അവിടെയാണ് പലരുമേ ഇത്തരം വകുപ്പുകൾ വളരെ വേഗമാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് വളരെ വേഗമായ ഒരു വകുപ്പാണ്. ഇത് വളരെ ആപ്ലിക്കബിൾ ആയിരുന്നു ഒരു 70-കളിൽ 80-കളിൽ 90-കളിൽ. പക്ഷെ ഇന്ന് കാലഘട്ടം ഒരുപാട് മാറി. നേരെ തിരിച്ചിപ്പം എന്താ പറ്റുക? പുരുഷൻ പുറകെ നടക്കുകയാണ് പെൺകുട്ടിയുടെ, എനിക്ക് ഇതിനെ പ്രേമിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരോഗമനവാദികളെല്ലാം പറയും അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, മൂവ് ഓൺ, കളഞ്ഞിട്ട് പോകുന്നു. നേരെ തിരിച്ച് പുരുഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നീ പീഡകനാണ്, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് മാത്രമല്ല, എല്ലാ കേസുകളുടെയും ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാർ. അതായത് കേരളത്തിന് അതിനേക്കാൾ ജനകീയനായ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അതിനെക്കാട്ടി പവർഫുൾ ഉണ്ടായി കാണാം, അതിനെക്കാട്ടി കമാൻഡിംഗ് പവറുള്ളവരായി കാണാം. ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. സോളാറിന്റെ അനുബന്ധമായിട്ട് വന്ന കള്ളക്കേസാണ്. ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം ഇതിന്റെ പേര് വേട്ടയാടി. എന്നിട്ട് അത് കള്ളമാണെന്ന് തെളിയുകയും ചെയ്തു. അവസാനം കോടതി വിധി വന്നല്ലോ. എന്തുകൊണ്ട് സരിതയ്ക്കെതിരെ ഒരു പരാതിയോ കേസോ ഇല്ല? നിവിൻ പോളിയുടെ കേസിൽ നിവിൻ പോളി, എന്റെ ഓർമ്മ ശരിയാണ്, ഡിസംബർ 14, 15, 16 കഴിഞ്ഞ വർഷങ്ങളിൽ എന്നെ നിവിൻ പോളി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പരാതി കൊടുത്തു. അവസാനം നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി കൊച്ചിയിലായിരുന്നു. നമ്മുടെ ഇവിടെ ടേൺ ക്ലാസ് നിവിൻ പോളി ഉണ്ടായിരുന്നു. അപ്പൊ നിവിൻ പോളിക്ക് തെളിയിക്കാൻ പറ്റി. ആ പെൺകുട്ടിയോട് ഞാൻ അടക്കം വരുന്ന ചർച്ചകളിൽ ആ പെൺകുട്ടി പങ്കെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയോട് മീഡിയക്കാർ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞ 14, 15, 16 ആണ് നടന്നത്? അപ്പൊ ആ പെൺകുട്ടി പറയാണ്, ഞാൻ ഉറക്കപ്പിച്ചില്ല, ഡേറ്റ് പറഞ്ഞത് മാറിപ്പോയതാ.
ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം അതായത് രാത്രി 8 മണിക്കും 9 മണിക്കും ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് ഉറക്കപ്പിച്ച് കാരണം ഡേറ്റ് ഒന്നുമില്ല. അതായത് നിവിൻ പോളിയെ കൂടെ കൂട്ടിയിട്ടാൽ മാത്രമേ ആ കേസിന് പോകുള്ളൂ. ഇനിയിപ്പം നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. പക്ഷെ എന്റെ കൗതുകം എന്താ അറിയോ, നിവിൻ പോളിയോട് 8 വേറെ ആൾക്കാർക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട്. പാവങ്ങൾ ഇപ്പോഴും അന്വേഷണം നേരിടുകയാണ്. അല്ല, ഈ കുട്ടിക്കെതിരെ നിവിൻ പോളി പരാതി കൊടുത്ത എന്താ? നിവിൻ പോളി കൊടുത്തു. നിവിൻ പോളി സാക്ഷാൽ DGPക്ക് പരാതി കൊടുത്തു. ഈ പെൺകുട്ടിക്കെതിരെ FIR പോലും ഇട്ടിട്ടില്ല. ഈ പെൺകുട്ടിക്കെതിരെ FIR ഇട്ടിട്ടില്ല. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ ഞാൻ ആരെയും ഇതാക്കിയല്ല, കോടതി പറഞ്ഞാണ്, എന്റെ വാക്കുകളല്ല. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വാക്കുകൾ വെർബാറ്റിം കോട്ട് ചെയ്യാം. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി 49 ക്രിമിനൽ കേസുകളിൽ ഇതാണ് 49 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 1. 2, ഈ പെൺകുട്ടി ഇദ്ദേഹത്തോട് ഇനിയും പറയാം, കുഴപ്പമില്ല, 1 കോടി രൂപയോളം ചോദിച്ചിരുന്നു. 1 കോടി രൂപ എക്സ്റ്റോർഷന് വേണ്ടി ചോദിച്ചാണ്. ഇദ്ദേഹം കൊടുക്കില്ല എന്ന് പറഞ്ഞു. മുകേഷ് എന്റെ കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. മുകേഷിനോട് ഒരു ദിവസം ഈ സ്ത്രീ വിളിച്ചിട്ട് പറയാണ്, എന്റെ മോക്ക് ഒരു സ്ഥലത്ത് അഡ്മിഷൻ വേണം, 1 ലക്ഷം രൂപ വേണം. മുകേഷ് പറഞ്ഞു, ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് കാശ് തരുന്നത്? നിങ്ങൾക്ക് ഞാൻ എന്തിനാ കാശ് തരുന്നത്? അപ്പം എന്നിട്ട് എന്ത് പറയും? അതായത് ഇവരെന്നിട്ട് എന്ത് പറയും? അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കാം, പക്ഷെ അത് വേറൊരു ആളിന്റെ തലയിലാണോ വെക്കേണ്ടത്? നിങ്ങളുടെ മോൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നമല്ലേ? അപ്പം എൽദോസ് കുന്നപ്പള്ളിക്കോ നിവിൻ പോളിക്കോ ഉമ്മൻചാണ്ടി സാറിനോ പോലും കിട്ടാത്ത നീതി നമുക്കൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇത്രയും പവർഫുൾ ആയ രാഷ്ട്രീയത്തിലും സിനിമയിലും MLA-യുമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തി, എന്നിട്ട് ഇവർക്കെതിരെ എന്തെങ്കിലും വന്നാൽ ചുറ്റുമുള്ള രാഷ്ട്രീയക്കാരെല്ലാം കൂടെ അവർ രാജിവെക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. സ്വന്തം പാർട്ടി തന്നെയുള്ള ബാക്കി അധികാരമൊഴികൾ ഇവൻ എങ്ങനെങ്കിലും വലിഞ്ഞ് താഴെ വീഴണമെന്ന് പറയും. ഇത് ആണിനെ തളയ്ക്കാനുള്ള ഈസി വഴിയാണ്. എന്റെ ഒരു ഫ്രണ്ട്, ഇതും കേട്ടിക്കേണ്ട ഒരു അനുഭവമാണ്. അഭിൽദേവ് എന്ന് പറയുന്ന ഈ ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടി കൊടുത്തതിൽ ഒരാൾ ഈ അഭിൽദേവായിരുന്നു. അപ്പൊ അബിൽ എന്നോട് ഇന്നും പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അബിലിന് ഒരു ദിവസം രാവിലെ കുറെ ആൾക്കാർ വിളിക്കുന്നു. അബിൽ പതുക്കെ എണീച്ച് നോക്കിയപ്പോഴത്തേക്ക് കുറെ, ഡാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിനക്കെതിരെ ആരോപണമുണ്ടെന്നൊക്കെ പറഞ്ഞ് അബിൽ പറഞ്ഞ് ഞാൻ അടുത്ത് മോള് കിടക്കുകയാണ്, വൈഫ് കിടക്കുകയാണ്. അബില് മറ്റേ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അബിലിന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്, ഇനി എന്ത് സംഭവിക്കുമോ? എന്നിട്ട് ഈ പെൺകുട്ടി തന്നെ മാസങ്ങൾക്ക് ശേഷം പറഞ്ഞു, അവൻ എനിക്ക് ജോലി തരാതെ വാക്കുകൾ കൊണ്ട് തന്നെ ഹരാസ് ചെയ്തു. നമ്മൾ പീഡനം എന്താണ്? അപ്പൊ അബില് പറയാണ്, എനിക്കതിലെ ടെൻഷൻ ഉണ്ടായത്, അതായത് എന്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കാര്യം പിന്നീട് നമുക്ക് ആരെങ്കിലും നോക്കാൻ പറ്റൂ. പിന്നീട് ഈ പറഞ്ഞ നാളെ രാവിലെ എന്റെ മൊബൈൽ നോക്കുമ്പോൾ എനിക്ക് സംഭവിക്കാം, ആർക്കും എനിക്ക് സംഭവിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ വ്യക്തിയൊരു അനുഭവം ഉണ്ട്. ഞാൻ പല സ്ഥലത്തും പറയുന്ന, ശബരിമല കേസിൽ നമ്മൾ പ്രക്ഷോഭം നയിക്കൊണ്ടിരുന്നപ്പോ ഫേസ്ബുക്കിലെ അനോണിമസ് ആയ ഒരു അക്കൗണ്ടിൽ ഒരു പെൺകുട്ടി പേരില്ലാതെ എഴുതിയിരിക്കുന്നു, എന്റെ സുഹൃത്തിനോട് ഒരു പെൺകുട്ടി പറഞ്ഞു രാഹുൽ ഈശ്വർ അയാളുടെ വീട്ടിൽ വെച്ച് മോശം ചിത്രങ്ങൾ കാണാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചു. അന്ന് ഞാൻ LLB പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലായി. ഇന്ന് എനിക്ക് മനസ്സിലാവും. കാര്യം ലോയിൽ ഒരു സെക്ഷൻ ഉണ്ട്, പോണോഗ്രാഫിക് മെറ്റീരിയൽ കാണാൻ നിർബന്ധിക്കുന്നത് ഹരാസ്മെന്റ് ആണ്. ഇത് അട്രാക്ട് ചെയ്യാനാണ് അത് പറയുന്നത്. ഇത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അന്ന് എനിക്കത് കത്തിയില്ല അന്ന്. പക്ഷെ എന്റെ വീട്ടിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, മുത്തശ്ശി മരിച്ചുപോയി, 15 വർഷം മുമ്പാണ്, 15 വർഷം മുമ്പ് നടന്നു എന്നാണ് ആരോപണം. എന്റെ വീട്ടിലൊക്കെ വന്ന എല്ലാ നിമിഷവും 7-8 പേരെ കാണാം, 2-3 ജോലിക്കാരുണ്ട്, ഡ്രൈവറുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അതിന്റെ കാര്യം ഇതിങ്ങനെ വേഗമായിട്ട് കിട്ടാ മതി. അപ്പൊ എന്നിട്ട് ഇതിന്റെ പേരിൽ കുറെ ചർച്ച. പക്ഷെ അന്ന് എനിക്ക് അവിടെയാണ് മീഡിയക്കാരോടും സോഷ്യൽ മീഡിയയിലെ ആൾക്കാരോടും പറയാനുള്ളത്, എനിക്ക് വളരെ സന്തോഷം. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നവർ പോലും എന്നെ പബ്ലിക്കലി സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഇന്നും നന്ദിയുള്ളത് നമ്മുടെ നികേഷ് കുമാർ സാറ്, അന്ന് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. നികേഷ് കുമാർ സാർ അന്ന് ലോറൻസ് സഖാവ് ഉണ്ടായിരുന്നു CPM-ലെ. ഞാനും അദ്ദേഹമൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. ലോറൻസ് സഖാവിനോട് നികേഷ് കുമാർ സാർ ചോദിച്ചു, ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ കൊണ്ടാണോ നിങ്ങളൊരു വാദത്തെ നേരിടണം എന്നൊക്കെ ചോദിച്ചാൽ ലോറൻസ് സഖാവ് അറിഞ്ഞിട്ടൊന്നുമില്ല. ലെഫ്റ്റ് ലിബറലായ ഒരു ഏതെങ്കിലും തീവ്ര ലെഫ്റ്റ് ലിബറൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. എനിക്കത് തന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. അതായത് ആരെങ്കിലും നമ്മൾ പറയാതെ, നമ്മൾ ചോദിക്കാതെ ഇതിന്റെ ഒരു സത്യാവസ്ഥ അന്വേഷിച്ച് നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ്. അതുകൊണ്ടാണ് ഞാനിപ്പോ പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവരെ അപ്രോച്ച് ചെയ്ത് എന്തെങ്കിലും സപ്പോർട്ട് വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വേണോ എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാര്യം അത് വരുമ്പോഴേ, അത് എന്താ പറയാ, അത് അനുഭവിക്കുമ്പോഴേ എന്റെ വേദന അറിയും. പെട്ടെന്ന് നമുക്ക്, എനിക്കിത് സംഭവം എനിക്കിന്ന് ഓർമ്മയുണ്ട്. എന്റെ മുത്തശ്ശി അന്ന് 76 വയസ്സ് എന്തോ ആയിരുന്നു, എനിക്ക് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കാൻ ഒരു മടി, എനിക്ക് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ ഒരു മടി. എന്ത് പറയും? മുത്തശ്ശിക്ക് 76 വയസ്സായി, ഞാൻ മുത്തശ്ശിയോട് എന്ത് ചെന്ന് പറയും? പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് മുത്തശ്ശി, അമ്മ, വൈഫ് ദീപ, അന്ന് മോൻ കുറച്ചുകൂടെ കൊച്ചാണ്, എറണാകുളത്ത് പ്രസ് മീറ്റ് വിളിച്ച്
അവർ പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല, പച്ചക്കള്ളമാണ്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പറയേണ്ടി വന്നില്ല. പക്ഷെ അതെ, അങ്ങനെ പറയേണ്ടി വന്നു. അതാ, പക്ഷെ എനിക്കത് അതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ആലോചിക്കണം. നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർക്കെതിരെ വ്യാജാരോപണം വന്നാൽ നിങ്ങളാണ് അത് ഡിഫെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോഴേ ആ പുരുഷന് അതിന്റെ കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ് സത്യം. ഇതിപ്പോ നമ്മൾ ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഇത്തരം നിയമപരീക്ഷ എത്രത്തോളം ഉണ്ട്? വളരെ കുറവാണ്. അത് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ 1-2 ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു മെൻ ആൻഡ് ബോയ്സ് കമ്മീഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്മാർക്കാണല്ലോ. ഇനിയും ഒരു കാര്യം കൂടി, ഇത് നമ്മൾ പുരുഷന്മാർ ഓർക്കേണ്ടത്, ചരിത്രത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഷോവിനിസം ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം അടക്കം ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചരിത്രത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സത്യമാണ്. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ തെറ്റ് നാളെ സ്ത്രീക്കും പുരുഷനും ഉണ്ടാവരുത് എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പുരുഷന്മാരെല്ലാം നിഷ്കളങ്കരാണെന്നല്ലോ നമ്മൾ. അതെ, ഒരിക്കലും അല്ല. പുരുഷന്മാരെ നിഷ്കളങ്കില്ലെന്ന് പറഞ്ഞാൽ ജനറലി പോലും പല ആൾക്കാർക്കും ഒരു റോങ് ആറ്റിറ്റ്യൂഡ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭാരതീയ സംസ്കാരത്തിലൊക്കെ വളരെ അഭിമാനിക്കുന്ന വ്യക്തിയാണ്, ബഹുമാനമാണ്, അതിനെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ്. ചരിത്രത്തിൽ പക്ഷേ നമുക്ക് തെറ്റുകൾ ഉണ്ടായി എന്നുള്ളതൊരു സത്യമാണ്. ഇതിനെ കണ്ണടച്ചിരിട്ടാക്കണ്ട. നമ്മുടെ തെറ്റുകളെ തെറ്റുകളായി കണ്ട് നമ്മുടെ ഈ ഷോവനിസവും മെയിൽ അരഗൻസും ഒക്കെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനിയുള്ള കാലത്ത് വേണ്ടത് എന്താ? ഒരു ബാലൻസ് ആണ്. മെൻ ആർ ഫ്രം മാർസ്, വുമൺ ആർ ഫ്രം വീനസ്. ഡോക്ടർ ജോൺ ഗ്രേ എന്ന അന്താരാഷ്ട്ര ലെവലിൽ അറിയപ്പെടുന്ന ചിന്തകൻ എഴുതിയൊരു പുസ്തകമാണ്. അതായത് ആണിന്റെ ബ്രെയിനും പെണ്ണിന്റെ ബ്രെയിനും വേറെയാണ്. ഇത് പ്രോസസ് ചെയ്യുന്ന രീതി വേറെയാണ്. അതിന്റെ ഘടനാപരമായ വ്യത്യാസമുണ്ട്. ആൺ പെൺ ബ്രെയിനുകൾ സമ്പത്തിനെ, സെക്സിനെ, കുട്ടികളെ, ലോകത്തെ കാണുന്ന രീതി വേറെയാണ്. ഇത് ഇവരെ പഠിപ്പിക്കുകയാണ്, ഓറിയന്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഓരോ ദിവസവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ഡെമോക്ലീസിൻ്റെ വാള് പോലെ എന്തോ സാധനം തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. അതൊരു വ്യാജ പരാതിയാകാം, ഒരു വ്യാജ പീഡന പരാതിയാകാം, എന്തുമാകാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പുരുഷന്മാർക്ക് ഒരു രക്ഷയുള്ളത് എന്നതിനെപ്പറ്റി രാഹുൽ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ എല്ലാവർക്കും നന്ദി. ബൈ.